അങ്ങനെ വീണ്ടും 2 മാസത്തിന് ശേഷം ഞാൻ യുദ്ധക്കളത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സ്കൂൾ തുറന്നു. ഇനിയിപ്പോൾ രാവിലെ കുട്ടീനെ പറഞ്ഞയക്കലും എനിക്ക് ഓഫീസിൽ പോലും എല്ലാം കൂടിയിട്ടാകുമ്പോഴത്തേക്കും ഒരു തിക്കും തിരക്ക് തന്നെയാണ് കേട്ടോ. നല്ല രസമാണ്, പക്ഷെ രാവിലെ എണീക്കേണ്ട കാര്യം മാത്രമേ എനിക്ക് അത്ര രസമില്ല കേട്ടോ. അപ്പോൾ ഇത് രാവിലെ നല്ല ഇഡ്ഡലി സാമ്പാറാണ്. എൻ്റെ മോൾക്ക് പിന്നെ എന്ന് നോക്കിയാലും ഇഡ്ഡലിയും ദോശയും മാത്രം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടു. ഇതങ്ങനെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമാണ് കേട്ടോ. പക്ഷെ തലേ ദിവസം അരയ്ക്കുന്നത് എനിക്ക് കുറച്ച് മടിയുള്ള പരിപാടിയാണ്. പിന്നെ ഇതൊന്നുമല്ല രസം. എൻ്റെ മോൾക്ക് ഇതിക്ക് കിഡ്നിയും ചട്നി ഒന്നും പറ്റില്ല. അവൾക്ക് ആ കൂടി പറ്റുന്ന സാമ്പാറാണ്. അപ്പോൾ ഒരു ദിവസം സാമ്പാർ വയ്ക്കും, 2-3 ദിവസമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താക്കി കേട്ടോ. അപ്പോൾ അതിങ്ങനെ അധികം കുത്തി ഇളക്കാണ്ട് കുറച്ചിങ്ങനെ മാറ്റി വെച്ചിട്ട് അങ്ങനെ ഞാൻ കൊടുത്താക്കി. അല്ലാണ്ട് ദിവസം സാമ്പാറിനാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയില്ലല്ലോ. മാക്സിമം 2 ദിവസം കേട്ടോ. 3-ാമത്തെ ദിവസം ഞാൻ കൂട്ടിയതാണ്. അപ്പോൾ ഇത് കുറച്ച് ബിരിയാണി ഉണ്ട്. അപ്പോൾ സ്കൂൾ തുറപ്പ് ആഘോഷിച്ചിട്ട് ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച കേട്ടോ. അപ്പോൾ അതിനും ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇക്കാൻ്റെ ബ്രദറിൻ്റെ മോളുണ്ട് വീട്ടിൽ. അപ്പോൾ സ്കൂൾക്ക് അവൾക്കും വേണം ലഞ്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൾക്ക് ബിരിയാണി ആക്കി കൊടുത്തു, മോൾക്ക് ഇഡ്ഡലി ആക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഈ കാണുന്ന സാധനം ഇതിനി എൻ്റെ കിച്ചണിൽ ഡെയിലി പൊട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. കാര്യം എന്താ, പോപ്കോണാണ്. മോൾക്ക് സ്നാക്സിനായിട്ട് പോപ്കോണും ബ്രെഡ് ടോസ്റ്റൊക്കെയാണ് ഞാൻ കൊടുത്തയക്കാറ് കേട്ടോ. പോപ്കോൺ ആണെങ്കിൽ ഡെയിലി കൊണ്ടുപോയിക്കോളും. ടോസ്റ്റൊക്കെ ആണെങ്കിൽ 2 ദിവസം കഴിച്ചാൽ പിന്നെ വേണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സ് നമ്മൾ നെക്സ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ടുള്ള അടിപൊളി ബോക്സാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇഡ്ഡലിയും സാമ്പാർ വെള്ളമൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് കേട്ടോ ഇക്കാൻ്റെ ബ്രദറിൻ്റെ മോള്. അവൾ SPCയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ഇതാണ് യൂണിഫോം. അപ്പോൾ അവൾ സെറ്റായിട്ട് പോയിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ യുദ്ധം തുടങ്ങാൻ പോണത്. അതായത് ഉറങ്ങിക്കിടക്കണ ഈ വിത്തിനെ നീപ്പിച്ചിട്ട് കുളിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കുള്ള കാര്യം. പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞാൽ ആൾക്ക് വലിയ റിസ്ക് ഒന്നും ഇല്ല കേട്ടോ. വലിയ കുഴപ്പമില്ലാണ്ട് എണീറ്റോളും. ഇക്കാണെങ്കിൽ ഒന്ന് കിടങ്ങാൻ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് എണീക്കെന്ന് പറഞ്ഞാൽ പിന്നെ ആൾ വേഗം നീറ്റ് പോകുന്നുള്ളൂ. അപ്പുറത്ത് കൂടെ അടി വരും എന്നുള്ളത് അറിയാം. ഞാൻ അങ്ങനെ അടിക്കാറൊന്നുമില്ല, എന്നാലും എൻ്റെ കണ്ണൂരിട്ടുള്ള മൂപ്പര അങ്ങോട്ട് വീഴും കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല എക്സൈറ്റഡ് ആണ്. കാരണം പുതിയ യൂണിഫോം, ബാഗ്, കൊട, ലഞ്ച് ബോക്സ് ഇതൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമാണല്ലോ. 2 ദിവസം കഴിയുമ്പോഴത്തേനും ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത് കാണാം കേട്ടോ. എന്തപ്പോൾ ഉള്ളൊരു പവർ ഇല്ല. എത്ര ആൾക്കാരാണ് ഓരോന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടി പിന്നാലെ നടക്കണത്. പിന്നെ പോയി കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം കിട്ടില്ല. ഇനി വരുന്ന സമയത്തല്ലേ അംഗം കിട്ടുള്ളൂ.